നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വല്ലാത്ത ജാതി റഫറിയും പക്ഷപാതിത്വത്തിൻ്റെ അങ്ങേയറ്റമാണ് മൊണ്ടേറോ ഇന്ന് കളിക്കളത്തിൽ കാണിച്ചത്. ബെല്ലിംഗാമിന് റെഡ് കാർഡ് എന്തിനാണ്? റഫറിയോട് എന്തോ പറഞ്ഞു എന്നുള്ളതിനാണ് റെഡ് കാർഡ് കൊടുത്തിട്ടുള്ളത്. എന്തു പറഞ്ഞു എന്നുള്ളത് ഇനി റഫറിയുടെ മാച്ച് റിപ്പോർട്ട് കാണാൻ പറ്റും. പക്ഷെ ബെല്ലിംഗാം പറയുന്നത് അത് ഫൗളാണെങ്കിൽ നേരത്തെയുള്ളത് പെനാൽറ്റിയാണ് എന്ന് ഞാൻ പറയുകയാണ് ചെയ്തത് എന്ന് അദ്ദേഹം ഡ്രസ്സിംഗ് റൂമിൽ പറഞ്ഞു എന്നാണ് പുറത്തേക്ക് വന്നിട്ടുള്ള വിവരം. ഹാഫ് ടൈം സമയത്ത് പറഞ്ഞു എന്നാണ് പുറത്തേക്ക് വന്നിട്ടുള്ള വിവരം. എന്തൊക്കെ സംഭവങ്ങളാണ്! മൊണ്ടേറോ എന്ന് പറയുന്ന റഫറി വല്ലാതെ കളിയെ നാണം കെടുത്തിയിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. 2 പെനാൽറ്റികൾ, ഒന്ന് വിനിയെ വീഴ്ത്തിയതിനുള്ള പെനാൽറ്റി, മറ്റൊന്ന് ഹാൻഡ് ബോൾ, യുവാൻ ക്രൂസിൻ്റെ ഹാൻഡ് ബോൾ. യുവാൻ ക്രൂസ് എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയിരുന്നത്? എംബാപ്പയെ ഇടിക്കുന്നു, വിനിയെ അടിക്കുന്നു. ഒന്നും ഫൗളല്ല, ഒന്നിനും പ്രശ്നമില്ല റഫറിക്ക്. റഫറി ഒരു ഭാഗത്തേക്ക് അങ്ങ് കണ്ണടച്ച് നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. വിനിക്ക് മേലുള്ള പെനാൽറ്റി നോ കോൾ, യുവാൻ ക്രൂസിൻ്റെ ഹാൻഡ് ബോൾ നോ കോൾ, എംബാപ്പയെ ഫൗൾ ചെയ്യുന്നു, അത് റഫറി മെയിൻ ചെയ്യുന്നേയില്ല. ബെല്ലിംഗാമിന് റഫറിയോട് എന്തോ പറഞ്ഞതിന് റെഡ് കാർഡ്, അതുപോലെ ആഞ്ചലോട്ടിക്ക് യെല്ലോ കാർഡ് കൊടുക്കുന്നു. വല്ലാത്ത രൂപത്തിലുള്ള ഒരു പെർഫോമൻസാണ് ഇന്ന് റഫറി കാണിച്ചിട്ടുള്ളത് എന്ന കാര്യത്തിൽ ഒരു തർക്കമേ വേണ്ട. പക്ഷപാതിത്വത്തിൻ്റെ അങ്ങേയറ്റമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. റയലിനെതിരെ മനഃപൂർവ്വം റഫറി മൊണ്ടേറോ തിരിഞ്ഞു എന്ന് പറയാവുന്ന തരത്തിൽ തന്നെയാണ് സംഭവിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ ഇനിയിപ്പോൾ പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിൽ ആഞ്ചലോട്ടി തുറന്നടിച്ചു പറയുമെന്ന കാര്യത്തിൽ തർക്കം വേണ്ട. കാര്യങ്ങൾ വഷളാവുകയാണ്. ലാലിഗയിലെ റഫറിങ് വല്ലാത്ത രൂപത്തിൽ വഷളായി വരികയാണ്. എന്തായാലും കളി 1-1 സമനിലയാണ്. കിലിയൻ എംബാപ്പെ കളിയുടെ 15ാമത്തെ മിനിറ്റിൽ റയൽ മാഡ്രിഡിന് വേണ്ടി ഗോളടിച്ചിരുന്നു. അവർ ആധിപത്യം പുലർത്തിയ സമയമാണത്. പിന്നീട് ബെല്ലിംഗാമിന് 39ാമത്തെ മിനിറ്റിൽ റെഡ് കാർഡ് കിട്ടിയതോടെ അവർ 10 പേരായിട്ട് ചുരുങ്ങി. കളിയുടെ രണ്ടാം പകുതിയിൽ 58ാമത്തെ മിനിറ്റിൽ പെനാൽറ്റി ഗോളാക്കി മാറ്റിക്കൊണ്ട് ബുദിമിർ ഒസാസുനയെ ഒപ്പമെത്തിച്ചു. പിന്നീടും റയലിന് അവസരങ്ങൾ ലഭിച്ചിരുന്നെങ്കിലും അതവർക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിയാതെ പോവുകയും ചെയ്തു. എന്തായാലും 24 കളികളിൽ 51 പോയിൻറ്റോടെ ഇപ്പോൾ റയൽ 1ാം സ്ഥാനത്താണെങ്കിലും അത്ലറ്റിക്കോ മാഡ്രിഡിനും ബാഴ്സലോണക്കുമൊക്കെ റയലിനെ പിടിക്കാനുള്ള അവസരം ഇതാ തുറന്നിടപ്പെട്ടിരിക്കുന്നു. റഫറിങ് വല്ലാത്തൊരു തമാശയായി മാറുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.